പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS-ന്റെ +2 കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ 8ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ 2ാമത്തെ പാർട്ടാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചാപ്റ്റേഴ്സ് പുസ്തകം റിവേഴ്സ് ചെയ്ത് മൊത്തം 23 ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 2 മാർക്കിൻ്റെയും 3 മാർക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മുമ്പത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചു. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സിൽ 10 ക്വസ്റ്റ്യൻസ് മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ഞാൻ ബോർഡിൽ എഴുതി. കാരണം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് സെക്ഷനിലാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ്. ഏകദേശം 20-ലധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്താലാണ് ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. മറ്റുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്ക് 4 മാർക്ക് നിങ്ങൾക്ക് ഗൈഡ് പഠിച്ചാലും എഴുതാവുന്നതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡാഷ് മീൻസ് ജഡ്ജ് ദി പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ഓരോന്നിനും ഓരോ മാർക്കാണ്. എന്താണ് ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത് ഡാഷ് റിഫേഴ്സ് ടു വൈഡ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ് ടു ദി എംപ്ലോയീസ് സർവീസ് റെൻഡർ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസിന് ഫിനാൻഷ്യൽ ധനപരമായിക്കോട്ടെ നോൺ ഫിനാൻഷ്യൽ ധനപരമല്ലാത്ത രീതിയിലും അവിടെ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൻസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻസർ കോമ്പൻസേഷൻ. 3 ഡേഷ് റിഫേഴ്സ് ടു ദി അഡ്വാൻസ്മെന്റ് ഓഫ് എംപ്ലോയി ടു ഹയർ. എന്താണ് ഒരു എംപ്ലോയീസിനെ ഹയർ ലെവൽ പൊസിഷനിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. 4 ഡേഷ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഐഡിയ, ഒപ്പീനിയൻ, ഫാക്ട്, വ്യൂസ്, ഇൻഫർമേഷൻ. എന്താണ് നമ്മൾ കൈമാറുക? ഐഡിയകൾ കൈമാറുക, അഭിപ്രായങ്ങൾ കൈമാറുക, വ്യൂസ് കൈമാറുക, ഫാക്ട് കൈമാറുക. ഇതിനൊക്കെയാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. 5 ഡേഷ് സോൾവ് മോസ്റ്റ് ഓഫ് ദി ഔട്ട്ലൈൻ റൂട്ടീൻ ജോബ് റിലേറ്റഡ് പ്രോബ്ലം. എന്താണ് സബോർഡിനേറ്റിന്റെ ജോബുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? അതാണ് സൂപ്പർവിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 6 ഇഫ് എംപ്ലോയി ആർ മോട്ടിവേറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കുറക്കാൻ കഴിയും? ആബ്സെന്റീസിനെസും അതേപോലെ തന്നെ എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്കൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് നല്ല മോട്ടിവേഷൻ കൊടുത്താൽ. 7 ഫുഡ്, ഷെൽട്ടർ. ഇതൊക്കെ ഏത് ടൈപ്സ്? മാസ്ലോന്റെ ഹയറാർക്കി നീഡ്സ് കാണും. അതിൽ ഏതാണ് ഈ ഫുഡും ഷെൽട്ടറും? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങളാണ്. അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. 8 ബോണസ് ആൻഡ് കമ്മീഷൻസ് എക്സാം ഡേഷ് ഇൻസെന്റ്. ഏത് ടൈപ്പ് ഓഫ് ഇൻസെന്റ്? ബോണസ് പണത്തിന്റെ രൂപത്തിൽ കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്നാണ് പറയുന്നത്. ധനപരമായ രീതിയിലുള്ള ഇൻസെന്റീവ്സ് ആണ്. 9 മെയിൻ പർപ്പസ് ഡേഷ് ടു ഗെറ്റ് വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് ദി വർക്കിംഗ് ഗ്രൂപ്പ് ആക്ച്വലി. ഏതാണ് ഇത് വരുന്നത്? മാനേജീരിയൽ കേട്ടോ. അത് മെയിൻ പർപ്പസ് ഓഫ് മാനേജീരിയൽ ലീഡർഷിപ്പ് ആണ്. മാനേജീരിയൽ ലീഡർഷിപ്പ് ആണ് കോപ്പറേഷനും വർക്ക് ഗ്രൂപ്പും ഇതൊക്കെ വരുന്നത്. 10 ഡേഷ് നീഡ്സ് ഫോർ റെസ്പെക്ട്. ഏത് നീഡാണ്? റെസ്പെക്റ്റും റെക്കഗ്നിഷനും എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം എന്ന സ്വയം പര്യാപ്തമായ ഒരു നിലയിലെത്തുക, അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഇത്രയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെ മലയാളത്തിലെ ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
9037114679. Okay, thank you.